പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോടുകൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോൾ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നടപടി ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി ഉണ്ടാകുമല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മേയർ പറയുന്നുണ്ട്. പക്ഷേ ഈ പരിശോധന നടത്തിയിരുന്നില്ലേ, ഇത്ര നഗര കേന്ദ്രത്തിൽ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ പ്രവർത്തിച്ചത് കണ്ടില്ലേ എന്ന ചോദ്യത്തിനൊന്നും മേയർ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമുക്കൊപ്പം ഫെലിക്സ് കൂടി തുടരുന്നുണ്ട്. ഫെലിക്സ്, മേയറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച മറുപടി അത്ര ശുഭകരമല്ല. നമ്മൾ പ്രതീക്ഷിച്ച മറുപടികളൊന്നും മേയർ നൽകിയിട്ടുമില്ല. ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെയും കോഴിക്കോട് നഗരത്തിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അന്നും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, കൃത്യമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു? നേരത്തെ ഉണ്ടായ അപകടങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഫെലിക്സ്. എത്രങ്ങളൊക്കെ ചോദ്യമുണ്ടെങ്കിൽ കൂടി മേയറുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഉത്തരം ഒന്നിനും ലഭിച്ചില്ല എന്നതാണ്. എല്ലാം പരിശോധിക്കും. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമല്ലേ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ കെട്ടിടം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഒറ്റ നോട്ടത്തിൽ, അതായത് ഇതിപ്പോൾ പരിശോധനയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഈ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ കെട്ടിടത്തിൽ എന്തൊക്കെ അനധികൃതമായി ഇവിടെ ഉണ്ട് എന്നത്. പ്രധാനമായും ഫയർ ആൻഡ് സേഫ്റ്റി ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ ഈ തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണമായും കെട്ടി അടച്ച ഒരു കെട്ടിടത്തിൽ എങ്ങനെ വെള്ളമൊഴിച്ചത് തീ കെടുത്തുമെന്നൊരു ചോദ്യം ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഈ പരിസരത്തൂടെ നടന്നു പോയാൽ പോലും കണ്ടാൽ മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പോലും ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ തുണികളൊക്കെ കത്തിക്കരിഞ്ഞ തുണികളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ യൂണിഫോം ആണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യൂണിഫോം തുണികളായതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് പോളിസ്റ്ററാണ്. അപ്പോൾ അത് സ്വാഭാവികമായും അത് തീ കത്തുമ്പോൾ അത് വലിയ വ്യാപ്തിയിലാണ് അതിൻ്റെ തീ പടരുക. അപ്പോൾ അതാണ് തീ വലിയ രീതിയിൽ പടരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ തീ കത്തിൻ്റെ ഗന്ധമൊക്കെ നമുക്ക് അടിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഇത്രയധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്ന് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ കൂടി ഇന്ന് രാവിലെ 5 മണിക്കും ഇവിടെ തീ കാണുകയുണ്ടായി. പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിച്ച് തീ കെടുത്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി അത്ര വലുതാണ് എന്നതാണ്. പക്ഷേ ആ തീപിടുത്തത്തിന് വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നും അത് പരിഹരിക്കാൻ എത്ര വേഗം അടിയന്തര നടപടികൾ വേണമെന്നും കോർപ്പറേഷൻ അത് എത്ര ഗൗരവമായി കൈകാര്യം ചെയ്തു എന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ കൃത്യമായ ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ പതിവ് പല്ലവി പോലെ പരിഹരിക്കും അല്ലെങ്കിൽ പരിശോധനകൾ ഉണ്ടാകും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സുതാര്യമായ രീതിയിലുള്ള നടപടികളോ ഇടപെടലോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇതിപ്പോൾ ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ഥാപന ഉടമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുണ്ടായ നഷ്ടവും കൂടി നമ്മൾ പരിഗണിച്ചാൽ വലിയ നഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നായി അത് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ, വളരെ ഒരു നിയമലംഘനങ്ങൾ ഉണ്ടാകാതെ നിയമലംഘനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഫെലിക്സ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാശനഷ്ടങ്ങൾ എത്ര എന്നുള്ളത്. ആ ഒരു വിലയിരുത്തലിലേക്കൊന്നും ആ ഒരു പരിശോധനകളിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. പ്രാഥമികമായ ഒരു കണക്കുകൂട്ടൽ എന്നതിലപ്പുറം എത്രത്തോളം വലിയ ഒരു നാശനഷ്ടം, കാരണം ചെറിയ കടകളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഈ കത്തിക്കഴിഞ്ഞ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് അതൊരു റീറ്റെയിൽ ഷോപ്പാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ സ്കൂൾ തുറക്കാൻ പോവാണ്. ആ യൂണിഫോമുകൾ വലിയ രീതിയിൽ കെട്ടുകളിൽ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഈ പ്ലാസ്റ്റിക് ഇതിലായിരുന്നു യൂണിഫോമുകൾ നിറച്ചു വെച്ചിരുന്നത്. അതാണ് ഈ കത്തിക്കരിഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു PRS മെഡിക്കൽ ഷോപ്പിൻ്റെ ഗോഡൗൺ ഉണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും വൈകിയത്? പല പരാതികൾ ഉയരുന്നുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, അവിടെയുള്ള കടകളിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ. അതായത് ചിലർ പറയുന്നുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയെന്ന്, മറ്റു ചിലർ പറയുന്നുണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഇത്രയും അനധികൃത നിർമ്മാണമൊന്നും എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ കാണാതെ പോയതെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.